അപ്പം വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും വിരുന്നൊക്കെ പോകുന്ന സമയത്തായാലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. റവയും പാലും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 1.25 ഗ്ലാസ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂചിപ്പൊടിയാണ്, സൂചിപ്പൊടി എന്ന് പറയുക റവ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതാ നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചാൽ മതി കേട്ടോ. ആദ്യം തന്നെ 1/2 ഗ്ലാസ് ഒഴിച്ച് നോക്കുക, എന്നിട്ട് ഇതൊന്ന് ഇളക്കി നോക്കുക കേട്ടോ. ഇതിപ്പം പുട്ടി നനയുന്ന പോലെയാണ് നനഞ്ഞ് വരുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. നമ്മളിതിലേക്ക് ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാനിവിടെ 3/4 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഇത് ഏകദേശം ഒന്ന് കുതിർന്ന് വരാനുള്ള ഒരു പാകത്തിന് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. കുറേയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടാണ്. 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മുട്ടൻ്റെ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മഞ്ഞ നമ്മൾ ഈ ഒരു റവയിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടൻ്റെ വെള്ളം ഞാൻ ആ ഒരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. മഞ്ഞ നമ്മൾ ഈ റവയും പാലും കൂടി ചെയ്ത് കൂട്ടില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 മുട്ടയും ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ക്യാരറ്റ് ഇവിടെ നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചച്ചോയൊക്കെ വിട്ട് കിട്ടണം കേട്ടോ, അതുവരെ നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ വെള്ളം ഉണ്ടല്ലോ, അത് കളയണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നല്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്തിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ക്യാരറ്റ് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ബട്ടറും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി രണ്ടും കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ആ വെള്ളം ഒഴിവാക്കിയില്ലേ, വെള്ളവും അതിൽ തന്നെ ഉണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതാ നല്ലോണം തന്നെ അടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം അടിഞ്ഞിക്കില്ല, എന്നാലും കുറച്ച് അവിടെ ഇവിടെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി റവയും പാലും അതുപോലെ തന്നെ മുട്ടയും ചേർന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഈ ഒരു ക്യാരറ്റിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം പേസ്റ്റ് പോലെ അരേണ്ട ആവശ്യമില്ല കേട്ടോ. തരി ഇങ്ങനെ നിന്നോട്ടെ, കുഴപ്പമില്ല. ആ തരി അങ്ങനെ നിന്നോട്ടെ. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടൻ്റെ വെള്ളം എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മൈദ അളന്ന ആ ഒരു ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അളവിലാണ് പഞ്ചസാര എടുക്കുന്നത്. ഇതിലേക്ക് ചതച്ച ഏലക്കായ് ചേർത്ത് കൊടുക്കുക. ഏലക്കായൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഈ ഒരു വെള്ളം നല്ലോണം തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ, അതുവരെ ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. മുട്ടൻ്റെ വെള്ളം നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. അപ്പോൾ അതാ നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ. ഈ ഒരു റവ നല്ലോണം അടിഞ്ഞിക്കില്ല കേട്ടോ, കുറച്ചൊരു തരി ഇങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല. നല്ലോണം അടിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് തരി അവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഈ ഒരു റവ അടിക്കുന്ന സമയത്ത് അത് കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഈ ഒരു റവൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേ. ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിന് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഓവൻ്റെ അകത്താണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോസ് പാനിലോ അങ്ങനെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിതാ ഞാനിപ്പോൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഒരു 80 ഡിഗ്രിയാണ് കൊടുത്തത്. പിന്നെ ഒരു 20 മിനിറ്റ് അങ്ങനെയാണ് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഓവൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ നടുഭാഗം ഒന്ന് കുത്തി കൊടുത്തതിൻ്റെ കല എന്നിട്ടാണ് കാണുന്നത്. അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം ഉള്ള ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പാലും അതുപോലെ തന്നെ റവ ആയതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വെറുതെ. പിന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഫോളോ ചെയ്യാനും മറന്നു വെറുതെ കേട്ടോ. അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണാം കേട്ടോ.